ഇന്ന് 11:45 നിഗംബോധ് ഘട്ടിൽ യമുനാ തീരത്ത് അദ്ദേഹം അന്ത്യവിശ്രമത്തിനായി പോവുകയാണ്. വിലാപയാത്രയായി ഭൗതികദേഹം നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോകും. 10 മണിവരെ AICC ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. നേരത്തെ അർജുൻ പീതാംബരൻ പറഞ്ഞതനുസരിച്ച് 12 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നും നിഗംബോധ് ഘട്ടിലേക്കുള്ളത്. മുഴുവൻ ദൂരവും വിലാപയാത്രയായി പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. എങ്കിലും ഏതാനും കിലോമീറ്ററുകൾ തീർച്ചയായും വിലാപയാത്രയായി തന്നെ ഭൗതികദേഹം കൊണ്ടുപോകും. എല്ലാ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം നടക്കുക. വിലാപയാത്രയുടെയും പൊതുദർശനത്തിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യൻ സൈന്യം തന്നെയാണ്. സൈനികരുടെ നേതൃത്വത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നവരുടെ ക്യൂ അടക്കം നിയന്ത്രിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗം അത് നികത്താനാവാത്ത നഷ്ടമാണ്. വിവിധ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കളും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നാനാതുറകളിലുള്ളവരും അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. എത്രത്തോളം ജനപ്രിയനായിരുന്നു അദ്ദേഹം, ഒരു രാജ്യത്തലവൻ, രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന രീതിയിൽ എന്നതുകൂടി വെളിവാക്കുന്നതാണ് ഇന്നത്തെ അന്തിമോപചാരം. അത്രയധികം ആൾക്കാരാണ് വിവിധ മേഖലകളിൽ നിന്നും അന്തിമോപചാരം അർപ്പിക്കാനായി അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, UGC ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ, അങ്ങനെ നിരവധി മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ വിയോഗമാണ് നികത്താനാവാത്ത ഒന്നായി അവശേഷിക്കുന്നത്. അർജുൻ പീതാംബരൻ തുടരുകയാണ് വിവരങ്ങളുമായി. അർജുൻ, വളരെ വേഗത്തിൽ ഈ അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങുകൾ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാവും. വളരെ വേഗത്തിൽ തന്നെ പുഷ്പങ്ങൾ അർപ്പിക്കുന്നവരെ അവിടെ നിന്നും നീക്കുന്നതാണ് നമുക്ക് കാണാനാവുന്നത്. അത്രയധികം ആൾക്കാർ ഇനിയും ബാക്കിയുണ്ട് എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴും നിരവധി ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 11:45 തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് നിഗംബോധ് ഘാട്ടിൽ. അതെല്ലാം കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ടുള്ള കാര്യമായിരിക്കും. നിലവിൽ വലിയ രീതിയിൽ ഒരു തിരക്ക് ഇവിടെ കോൺഗ്രസ് ആസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പുറത്തു നിന്നടക്കം, അതായത് കോൺഗ്രസ് ആസ്ഥാനത്ത് പുറത്തുനിന്ന് ഇപ്പോഴും നിരവധി ആളുകൾ, അത് പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്, സാധാരണ പ്രവർത്തകരുണ്ട്, അവരെല്ലാവരും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി അടക്കം തൊട്ടു മുൻപാണ് ഇവിടെ കോൺഗ്രസ് ആസ്ഥാനത്തെത്തി മൻമോഹൻ സിംഗിന് അന്ത്യോപചാരം അർപ്പിക്കാൻ അദ്ദേഹം എത്തിയത്. ഒപ്പം തന്നെ വിവിധ നേതാക്കളും മറ്റുമുണ്ട്. ഇപ്പോഴും ആ ഹാളിനകത്ത് ഈ അവസാനമായി അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആളുകൾ എത്തുന്ന, തീർച്ചയായും ഒരുപാട് പേർ തിരക്കും കൂട്ടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. അത് ഹാളിനുള്ളിലായാലും പുറത്തായാലും അങ്ങനെ തന്നെയാണ്. സൈന്യമാണ് ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം വഹിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സുഗമമായി മുന്നോട്ട് പോകാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാണ്. 11:45 നിഗംബോധ് ഘാട്ടിലാണ് സംസ്കാരം നടക്കുക. 10 മണിയോടെ AICC ആസ്ഥാനത്ത് നിന്ന് ഭൗതികദേഹം കൊണ്ടുപോകും. വിശദാംശങ്ങളാണ് അർജുൻ പീതാംബരൻ നൽകിക്കൊണ്ടിരിക്കുന്നത്.